ജർമ്മനി അത്യാവശ്യം വലിയ രാജ്യം. എത്ര രാജ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇവിടേക്ക് വന്നത്, പെട്ടെന്നാണ് ഈ രാജ്യങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ ജർമ്മനിയിൽ നമ്മൾ എത്തുന്നത് ബെർലിനിലേക്കാണ്. ബെർലിൻ മതിലൊക്കെ അല്ലേ? അപ്പോൾ ജർമ്മനിക്ക് നമ്മളെത്തുന്നു ഏകദേശം ഒരു 10 മണി 10:30 സമയത്ത് ജർമ്മനിലേക്ക് എത്തുന്നത്. അപ്പോൾ ജർമ്മനിക്ക് എത്തി നമ്മുടെ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക്. ഫെബിൻ വന്നു, എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാണ്ട് വന്നു. പക്ഷേ ഫെബിൻ അവിടെ എത്തിയിട്ട് 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ സിംഗപ്പൂർ നമ്മുടെ യാത്രയിൽ നമ്മൾ മെട്രോ ട്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആകേസില്ലേ. പക്ഷെ അവനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ജർമ്മനിയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടില്ലല്ലോ. അപ്പോൾ അവൻ വന്ന് വളരെ ഹാപ്പിയായും അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഒപ്പം ഞങ്ങൾ യാത്ര തുടർന്നു. അവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ വഴിക്ക് നമ്മൾ ഒരു മെയിൻ സബ്വേയിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് സബ്വേ പിടിച്ചിട്ട് നമ്മളുടെ ഹോട്ടലിൻ്റെ അവിടേക്ക് തന്നെ എത്തി. അപ്പോൾ ആസ് യൂഷ്വൽ അവിടെയും ഹോട്ടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇൻ 2 മണിക്ക് സമ്മതിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലഗേജ് പോവാം. അപ്പോൾ ഞങ്ങൾ ലഗേജ് വെച്ചു. അപ്പോൾ ജർമ്മനി പോകുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ജർമ്മനിയിലെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമോ, അവർ ഇംഗ്ലീഷിന് അഗെയിൻസ്റ്റ് അല്ലേ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഫസ്റ്റ് ഹോട്ടലിൽ പോയി പ്രശ്നം മാറിക്കഴിഞ്ഞു. ഹോട്ടലിലേക്ക് എത്തി നമ്മൾ ലഗേജ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും അഗെയിൻ IELTS ടീച്ചേഴ്സിന് വരുന്ന ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല ഗ്രാമറും കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു 40 വയസ്സിന് താഴെയുള്ള ജർമ്മൻകാരൊക്കെ ഇംഗ്ലീഷിൽ വളരെ ഫ്ലുവൻ്റ് ആണ്. ഒരു പക്ഷേ കുറച്ചൊരു ഓൾഡ് ഏജ് ജനറേഷനൊക്കെ ആകുമ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ജർമ്മൻ ലാംഗ്വേജ് ബലം പിടിക്കുന്നത്. ബാക്കി ന്യൂ ജനറേഷൻ എല്ലാവർക്കും വളരെ ഫ്ലുവൻറ്റും നല്ല സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, മറ്റേ ബട്ടർ ഇംഗ്ലീഷ് അല്ല, നല്ല സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. സോ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ജർമ്മനി സർവൈവ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കുട്ടികളും പല കുട്ടികളും ഈ പറയുന്ന പോലെ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് ജർമ്മനി സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വെറും തെറ്റിദ്ധാരണകളാണ്. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ചെറിയ ജോലികൾ, പാർട്ട് ടൈം ജോലി ആൻഡ് ഫുൾ ടൈം, അതിനൊക്കെ ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ആവശ്യം ഉണ്ടാവാൻ വഴിയുണ്ട്. ടൂറിസ്റ്റുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഇംഗ്ലീഷ് മാത്രം മതി. എല്ലായിടത്തും ഇംഗ്ലീഷ് ഉണ്ട്. ഏത് മെട്രോ സ്റ്റേഷനിലാണെങ്കിലും ഇംഗ്ലീഷിലും ജർമ്മനിലും എഴുതി വയ്ക്കുന്നുണ്ട്. എല്ലായിടത്തും ഇംഗ്ലീഷ് അവൈലബിൾ ആണ്. ഹോട്ടലിലേക്ക് എത്തി, പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ വേറെ 2 സ്റ്റുഡൻസ് കൂടി വന്നിരുന്നു. ഡെനിൻ, അതുപോലെ തന്നെ നമ്മുടെ സൽമാൻ, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. എനിക്കൊന്ന് ഡെനിനൊക്കെ ഓൾറെഡി സെറ്റിലായി തോന്നുന്നു, ജർമ്മൻകാരനായ പോലെയാണ്. അപ്പോൾ അവർ പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പോയിക്കുന്നത്. അപ്പോൾ അവരുടെ കോഴ്സ് എനിക്കൊന്ന് 1 വർഷം 1.25 വർഷം മാസ്റ്റേഴ്സ് കഴിഞ്ഞു. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റി പോയിട്ട് കോഴ്സ് കഴിഞ്ഞിട്ടില്ല. ആൾ കഴിഞ്ഞ ആൾ കുറച്ചും കൂടി ആൾക്ക് ചെറിയ പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് ആൾ സെറ്റ് ആയിട്ടുണ്ട് അവിടെ. ഡെനിനൊക്കെ എനിക്ക് തോന്നുന്നു ഹാലോവിൻ പാർട്ടിക്ക് പോകണ മൂഡിലായി. അപ്പോൾ അവനൊക്കെ ജർമ്മൻകാരനായ പോലെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ അവിടെ പോയിട്ട് സർവൈവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് അവർ സ്റ്റക്കായി എന്താ ചെയ്യുന്ന കൺഫ്യൂഷനൊന്നുമില്ല. അവർ നമ്മുടെ മലയാളികളല്ലേ, സർവൈവ് ചെയ്യാൻ അവർക്ക് അതിൻ്റെ മാർഗങ്ങളുണ്ടായിരിക്കും. നമ്മൾ അവിടെ എത്തി. അവിടെ നമ്മൾ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നമ്മൾക്ക് ഈ BSBA എന്നുള്ളൊരു കോളേജ് ഉണ്ടായിരുന്നു, അവിടേക്ക് പോകാനായിട്ട് നമ്മൾ നോക്കി. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ സ്ട്രീറ്റിൽ തന്നെയാണ്. അത് നമ്മൾ സാധാരണ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ല. ഇത് ബേസിക്കലി മെയിൻ സെൻറ്ററിൽ മെയിൻ സ്ട്രീറ്റിൽ ഒരു ഷോപ്പിംഗ് മോൾ പോലത്തെ ബിൽഡിങ്ങിലാണ് ഈ പറയുന്ന കോളേജ് ഇരിക്കുന്നത്. അപ്പം സിറ്റി സെൻറ്ററിൽ തന്നെയാണ് കോളേജ് ഇരിക്കുന്നത്. ഇവർക്ക് ജോലിയുടെ യാതൊരു പ്രയാസവും ഇല്ല. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ എനിക്കുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികളൊക്കെ പാർട്ട് ടൈമൊക്കെ കൂടുതൽ ചെയ്യുന്നത് ഞാൻ കേട്ടു അവിടെ. കാരണം അത്രമാത്രം ഇൻകം ഉണ്ട്. അപ്പം വളരെ ഹാപ്പിയാണ്, അവർക്ക് എല്ലാവർക്കും ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ നോക്കിയത് ആ സ്ട്രീറ്റിൻ്റെ പേര്. ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി, എൻ്റെ ഒപ്പം 2 സുഹൃത്തുക്കൾ അവർ സർപ്രൈസ്ഡ് ആയിപ്പോയി. ആ സ്ട്രീറ്റിൻ്റെ പേര് കാൾ മാർക്സ് സ്ട്രീറ്റ്. അതായത് നമ്മളുടെ മാർക്സിസത്തിൻ്റെ ഡസ് ക്യാപിറ്റൽ എഴുതിയിട്ടുള്ള കാൾ മാർക്സ് അയാൾ ജീവിച്ചിരുന്ന സ്ട്രീറ്റാണ്. അയാൾ ജർമ്മൻകാരനായിരുന്നു. അയാൾ ജീവിച്ചിരുന്ന സ്ട്രീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമുക്ക് ഭയങ്കര വലിയൊരു ആരും പറഞ്ഞറിയണതല്ലേ, നമ്മൾ സ്വയം മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ ആ സ്ട്രീറ്റിൽ തന്നെ നമ്മൾ നിന്ന് കുറച്ച് നേരം അവിടെ സ്ട്രീറ്റ് ഫുഡ് എന്തൊക്കെ കഴിച്ച് നമുക്ക് പിന്നെ ജർമ്മനിയിൽ മെയിൻ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ ഓബിയസ്ലി നമ്മളുടെ ബെർലിൻ മതിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനമായി. കാരണം നമുക്ക് ഇനി ഇവിടെ സമയമില്ല, നമുക്ക് നാളെ കാലത്ത് ഉറങ്ങിയെങ്കിൽ നമുക്ക് അടുത്തിന് ഇറ്റലിക്ക് എത്തണം. അപ്പോൾ മാക്സിമം നമുക്ക് ബെർലിൻ കവർ ചെയ്യാന്നുള്ള തീരുമാനത്തിൻ്റെ പേരിൽ പിന്നെ നമ്മളെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയില്ല, കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം നമ്മൾ ഒന്ന് പ്ലാൻഡ് ആയിട്ട് ആദ്യം ഇനി ബെർലിൻ മതിൽ തന്നെ കാണാൻ പോകാമെന്ന് തീരുമാനമായിട്ടുണ്ടായിരുന്നു. ബെർലിൻ മതിലേക്ക് പോകാൻ നിൽക്കുന്ന മുമ്പായിട്ട് ജർമ്മനിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞെങ്കിൽ വളരെ ചെറിയൊരു സിറ്റിയായിട്ട് എനിക്ക് ബെർലിൻ തോന്നിയത്. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു പക്ഷേ ഫ്രാൻസ് പോലത്തെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരം വലിയ സിറ്റീസ് കണ്ടിട്ട് നമ്മൾ ഈവൻ ഫിൻലാൻഡ് പോലും വലുതാണ്, ലാറ്റ്വിയ ഈസ് ഈവൻ ബിഗർ എന്നുള്ള ഫീലിംഗ് കിട്ടി. ഈവൻ ചെക്ക് റിപ്പബ്ലിക് ഈസ് ഹ്യൂജ് എന്നുള്ള ഫീലിംഗ് കിട്ടി. എനിക്ക് തോന്നുന്നു ജർമ്മനി വളരെ ജർമ്മനിയിൽ ബെർലിൻ നമ്മൾ കണ്ട ഭാഗത്തിൻ്റെയാണെന്ന് അറിയില്ല, ഒരു നമ്മളെനിക്കൊന്നും ഒരു എറണാകുളം ഒരു ജില്ലയിലേക്ക് ആ ഒരു അത്ര പോലും എനിക്കില്ലായിരുന്നു. അത്ര വലിയ ഹൈ ടവേഴ്സും സംഭവങ്ങളൊന്നും ഇല്ല, ഒരു സാധാരണ ഒരു ടൗൺ.
അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അവർ പറഞ്ഞു പക്ഷേ ഫ്രാങ്ക്ഫുട്ട് മ്യൂണിക്കൊക്കെയാണ് കുറച്ച് ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ. അവിടെ കുറച്ചുകൂടിയും ഹ്യൂജ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ സംഭവം ഉണ്ടായിരിക്കും. ബെർലിനിലും ഉണ്ട്, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അത്ര ഇല്ലാത്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊരു വാവ് ഫാക്ടർ ബെർലിനിൽ തോന്നിയില്ല. കാരണം സിറ്റി അത്ര ക്ലീൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സിംഗപ്പൂരൊക്കെ പോയ സമയത്ത് മൊത്തം ഒരു 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 കടലാസ് കഷ്ണം പോലും കിടക്കില്ല. ഇത് എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലം റോഡിലെ സൈഡിലൊക്കെ ഈ സ്പ്രേ പെയിന്റ് കൊണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ആദ്യമായിട്ട് കുറെ പിച്ചക്കാരെ കണ്ടു, ലൈക്ക് സായിപ്പുമാരായിട്ടുള്ള പിച്ചക്കാർ. അപ്പോൾ നമ്മൾ ഈ ദുബായും സിംഗപ്പൂരും കണ്ടുവരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സായിപ്പുമാരെന്ന് പറഞ്ഞെങ്കിൽ റിച്ച് ആണ്. അപ്പോൾ ഒരു മെട്രോ സ്റ്റേഷനിൽ ഒരു സായിപ്പ് കൂട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് പിച്ചു കൊണ്ടുവന്നു. ഒരാൾ മറ്റേ മെട്രോ സ്റ്റേഷന് പുറത്ത് എന്തോ ബീഗളോ അങ്ങനെയൊക്കെ വായിച്ച് താഴത്ത്. അപ്പോൾ അവിടെയും പാവപ്പെട്ട ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഒരാൾ നമ്മുടെ അടുത്ത് കാശ് 5 രൂപ 50 പൈസ 1 രൂപയ്ക്ക് ചോദിക്കുന്ന ഒരാൾ ഉറക്കെ പാട്ട് പാടി നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെ സാധാരണ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റിയതും ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ബെർലിനിലായിരിക്കും. അതിനുശേഷം നമ്മൾ നേരെ ഈ പറയുന്ന നമ്മളുടെ ബെർലിൻ മതിലിൻ്റെ അവിടേക്ക് പോയി. ബെർലിൻ മതിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ഒരു പക്ഷേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ തൃശ്ശൂർ കളക്ടറേറ്റ് ഒക്കെ പോലത്തെ ഒരു സ്ഥലം. എല്ലാവർക്കും സമരം നടത്താനായിട്ടുള്ള സ്ഥലം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു 3-4 സമരക്കാരുണ്ട്. അതിലൊരു സമരക്കാർ അമേരിക്കയ്ക്കെതിരെ ക്യൂബ നടത്തുന്ന പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട്, ക്യൂബക്കാരായിരിക്കണം, അവരെന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇറാനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട്, ഇറാനികൾ തന്നെ ഇറാനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ അവരുടെ തലയിൽ തട്ടപ്പെടുന്നതിന് എഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ടുള്ള എന്തോ ഘോരഘോരമായിട്ട് അവർ പ്രസംഗിക്കുന്നു. അവരുടെ ഭാഷയിലാണ് സംഭവം പറയുന്നത്. പിന്നെ വേറൊരു സൈഡിൽ എന്തോ ഒരു മറ്റേ വെജിറ്റേറിയൻസ് വീഗൻസ് ആനിമൽസിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നു. ഇങ്ങനെ പലവിധ പ്രൊട്ടക്ഷൻ നടക്കുന്നു. ഞാൻ എല്ലായിടത്തും കയറി സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇറാനികൾക്ക് മാത്രമുള്ളതാണ്. BBC എന്തോ ഒരു മെയിൻ ചാനൽ എടുക്കുന്നുണ്ട്, ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ പബ്ലിഷ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പൊ ജർമ്മനിയിൽ വൻ പ്രതിഷേധം എന്നുള്ളതായിരിക്കും ഹെഡ്ലൈൻ എനിക്ക് തോന്നി. എനിക്ക് ഇവൻ ഈ ക്യൂബയുടെ കേസിലും എനിക്കുണ്ടെങ്കിൽ അവരവരുടെ പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ വെജിറ്റേറിയൻസിന്റെ കേസിൽ ഞാൻ പോയി സംസാരിച്ചിരുന്നു. അപ്പം അവര് ഈ പറഞ്ഞ പോലെ അവരുടെ ആംഗിൾ പറയുന്നു നമ്മൾ. പക്ഷെ അവരൊക്കെ എല്ലാവരും ഇംഗ്ലീഷ് വളരെ സ്മൂത്ത് ആയിട്ട് ജർമ്മൻസ് സംസാരിക്കുന്ന കാര്യം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ജർമ്മൻ മതിൽ ചെറിയ പീസേ ഉള്ളൂ. അതായത് മതിലിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ ഇതിൽ മതിൽ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ മതിലിന്റെ വേണമെങ്കിൽ ഒരു 20 മീറ്റർ മതിൽ മാത്രം ഓർമ്മയ്ക്ക് വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ കാണാനില്ല. എനിക്ക് കുറെ ആൾക്കാരൊക്കെ ഈ ജർമ്മൻ മതിലിന്റെ ഇഷ്ടികളൊക്കെ ഇല്ലേ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുന്നു, കാരണം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കുറച്ച് സെക്യൂരിറ്റിക്ക് വെച്ച് അവരത് പെയിന്റ് ഒക്കെ ചെയ്ത് ആർക്കും ഇഷ്ടിക എടുക്കാൻ പറ്റില്ലാത്ത പോലെ ആക്കിയിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആൾക്കാരോട് നിറയെ ഫോട്ടോ എടുക്കുന്നു. ഒരു നല്ല സ്ഥലം, ഫ്രീഡമാണ് ഞാൻ ഇതിലൊക്കെ കാണുന്നത്. യൂറോപ്പിൽ മൊത്തം കാണുമ്പോൾ ഫ്രീഡം, ആരെയും ഒന്നിനും ആരും നോ എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാം, മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റൊരാളെ തൊടാതിരിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങളായി നിങ്ങളുടെ ജീവിതങ്ങളായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണും പെണ്ണും ഉമ്മവയ്ക്കുന്നു സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സദാചാര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ അതൊരു പ്രശ്നമേ ഇല്ലെന്ന് മാത്രമല്ല, ആണും ഉപയോഗിച്ച് നടക്കുന്നു, പെണ്ണും ഉപയോഗിച്ച് നടക്കുന്നു. അവർക്ക് എന്താണെങ്കിലും പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെ പോലത്തെ ആൾക്കാർ കാണുമ്പോൾ ഇത് ശരിയല്ല നമ്മൾ നോക്കുന്ന സമയത്ത് അവർ എന്താ നിങ്ങൾക്ക് ഇതിന് ഹെൽപ്പ് വേണോ, സഹായം നോക്കുക. അപ്പോൾ അവരതിന് ബോധേടല്ല, ദേ ആർ ലൈക്ക് ടോട്ടലി ഫ്രീ ഓഫ് മൈൻഡ്. അത്രയും ഫ്രീഡം കൊടുക്കുന്ന രാജ്യങ്ങൾ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയാണ് ഞാൻ കണ്ടില്ല ഏറ്റവും ഫ്രീഡം കൊടുക്കുന്ന രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ജർമ്മൻ മതിലിൻ്റെ ബംഗളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ബസ് കയറാൻ ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, മാഡം ടുസാഡ് വാക്സ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ റിയലായിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ കയറി. അപ്പോൾ ഒരു എൻട്രൻസ് ഫീസ് 40 യൂറോ മറ്റോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് അതിനകത്ത് കയറി. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ അതൊരു വേറൊരു ലോകമാണ്. ഈ പറഞ്ഞ പോലെ പല സ്റ്റാച്യൂസും ജീവനുണ്ടെന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ സ്റ്റാച്യൂസ്. അപ്പോൾ നമുക്ക് പലതും മനസ്സിലാവുന്നില്ല, കാരണം പലതും ജർമ്മൻ പ്രൈം മിനിസ്റ്ററും ജർമ്മൻ ചീഫ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള കാരണം നമുക്ക് ഇവർ പ്രൈം മിനിസ്റ്റർ നമുക്ക് അറിയില്ലല്ലോ. സാധാരണ ജർമ്മൻകാർ ഇതുപോലെ തന്നെയാണ്, അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പം ചിലതൊക്കെ അതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി തോന്നും നമുക്ക്. ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കറിയാത്ത പല സ്റ്റാച്യൂസും കാണുമ്പോഴേ ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നും, കാരണം കമ്പയർ ചെയ്ത് നമുക്ക് റിയൽ ഒറിജിനൽ ഇല്ല. ഞാൻ പൊന്നിട്ട് തൊട്ട് നോക്കി, അപ്പോൾ വാക്സ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ടേക്ക് പോയി. അപ്പം കുറേ ഫേമസ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്, ലൈക്ക് നമ്മുടെ മൈക്കിൾ ജാക്സൺ ഉണ്ട്, മെസ്സി ഉണ്ട്, അങ്ങനെ നമ്മളറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലത്തെ ആരും ഇല്ല. ഗാന്ധിജി, ഷാറുഖ് ഖാൻ, സച്ചിനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒന്നുമില്ല. കൂടുതലും ഈ ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെയാണ് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ എനിക്ക് പലരും അറിയില്ല. ഇപ്പോൾ ടൈറ്റാനിക്കിലത്തെ ഹീറോ ആയിട്ടുള്ള ഡികാപ്രിയോ അങ്ങനത്തെ 1-2 ആൾക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്പോർട്സ് താരങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം പിന്നെ കുറേ ഫിലിംസിൻ്റെ ഒക്കെ ഈ എന്തൊക്കെയോ കുറേ ഫിലിമിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഹിറ്റ്ലറുടെ ഒരു പടം ഉണ്ടായിരുന്നു, ഹിറ്റ്ലറുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റാച്ചു അവർ എന്താ പറയുക, നമുക്ക് ഡിസ്പ്ലേ പോലെയല്ല, ഒന്നും ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. മറ്റേതൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. ഹിറ്റ്ലറിൻ്റെ മാത്രം അവർ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹിറ്റ്ലർ ആണല്ലോ അവിടുത്തെ ഒരു നാസി പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളത്. കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഹിറ്റ്ലറുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്റ്റാച്യൂവിനെ ഒന്ന് രണ്ട് ആൾക്കാർ നശിപ്പിക്കാൻ ശ്രമിക്കുകയും സംഭവം ഉണ്ടായിട്ടുള്ള കാരണം ഹിറ്റ്ലറിന്റെ സ്റ്റാച്ചു മാത്രം ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സ്റ്റാച്ചും ഓപ്പൺ ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യാം. നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ ആരും അങ്ങനെ ഉപദ്രവിക്കുക കേടാക്കുകയോ മാന്തി കൊണ്ടുപോകുകയും ചെയ്യുന്നില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റാച്ചു കൊണ്ട് നമ്മൾ അറിയാത്തൊരു ലേഡി, ഒരു ചെറിയൊരു ലേഡി. അപ്പം ഞാൻ നോക്കിയപ്പം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് മാഡം തുസാഡ് എന്ന് പറയുന്നത് ഈ ലേഡിയാണ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ തന്നെ അന്വേഷിച്ച് നോക്കി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ലേഡി പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ തൂക്കി കൊലപാതകം പോലെ പണ്ട് രാജ്യങ്ങളിൽ തലവെട്ടായിരുന്നു. അപ്പോൾ ഈ ലേഡിയുടെ ജോലി വെച്ചെങ്കിൽ ഈ വെട്ടി വീഴുന്ന തലകളില്ലേ, ഈ തലകൾ മുഴുവൻ ശേഖരിച്ചിട്ട് വേസ്റ്റിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ്. വേസ്റ്റ് അല്ലെങ്കിൽ അവർ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവിടുക എന്നുള്ളതാണ്. ബോഡി വേറെ ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരിക്കുക. അപ്പം ഈ പെണ്ണ് സ്ഥിരമായിട്ട് കൊട്ടക്കണക്കിന് തലകൾ കൊണ്ടുപോയിട്ട് ആ പെണ്ണിന് കുറേ എക്സ്പെരിമെന്റ് ചെയ്യാൻ കുറേ തലകൾ കിട്ടി. അങ്ങനെ അത് വെച്ചിട്ടാണ് ഈ ലേഡി ഓരോരുത്തരും മുഖങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിരുന്നത്. അപ്പോൾ ഭയങ്കര പെർഫെക്ഷനായി. കാരണം വെച്ചെങ്കിൽ ഇഷ്ടംപോലെ മുഖങ്ങൾ കയ്യിൽ വരല്ലേ, എങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ലേഡീസ് ഈ മാഡം തുസാഡിന്റെ മ്യൂസിയത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ മരിച്ചിട്ട് കുറേ മുമ്പ് ജീവിച്ചിരുന്ന ലേഡികളാണ്. പക്ഷെ അവർ ആ ഒരു ആർട്ട് അവരത് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞ മ്യൂസിയത്തിൽ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കാനുള്ള മെത്തഡോളജികൾ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മുടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, സ്കിന്നിന്റെ ചെയ്യുന്നത്, ഉള്ളിൽ നിന്ന് ഹോളോ പോലെ ഉണ്ടാക്കുന്നത്, കണ്ണിന് ഇത്രമാത്രം ഒറിജിനാലിറ്റി വരുന്നതിന്റെ കാര്യങ്ങൾ ഇതൊക്കെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് പഠിച്ച് ഇതേപോലെ തന്നെ സ്റ്റാച്ചു ഉണ്ടാക്കാനുള്ള കഴിവും കിട്ടാനുള്ള സംഭവം ഇങ്ങനെ അവരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പലരും ചെയ്യുന്നതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മാഡം തുസാഡിന്റെ ഈ സംഭവം എനിക്കാണെങ്കിൽ ലോകത്തിൽ പല ഭാഗങ്ങളും ഇന്ത്യയിലും വന്നിട്ടുണ്ട്. അറിയാം, ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ എവിടെയും, ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമായിട്ടുള്ള കാരണം ഇറ്റ് വാസ് ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ബസ് പിടിച്ച് നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റി കൂടിയും പോയി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് TUB, യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ. നമ്മളിടയ്ക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 8 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലാസ് നടക്കുക രാത്രി 8 മണി. നമ്മൾ എന്ത് പറ്റി? അപ്പോൾ ചില സമയത്ത് ക്ലാസ് 7 to 9 ഒക്കെ ആയിരിക്കും. അപ്പം നമ്മളോട് ചെല്ലുന്നു, കുട്ടികൾ കുറെ ആൾക്കാർ ക്ലാസ്സിൽ പോകുന്നു, കുറെ ആൾക്കാർ പുറത്തിറങ്ങി വരുന്നു, പ്രൊഫസേഴ്സ് കയറി വരുന്നു. നമ്മളതിനുള്ളിലേക്ക് എന്തിനാ വന്നു ആദ്യം ചോദിക്കും. സെക്യൂരിറ്റിയിൽ ഒന്നുമില്ല. നമ്മൾ പോകുന്നു, നമ്മളോട് ടോയ്ലറ്റിൽ പോയി വാഷ്റൂം ഒക്കെ പോയി നമ്മൾ ക്ലീൻ ആക്കി തിരിച്ചു വന്നു, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പം വലിയ യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ ഒരു പക്ഷേ കാർഷിക സർവകലാശാല മണ്ണുത്തിയിലേക്കുള്ള പോലെ തന്നെ ഒരു ഏരിയ മൊത്തം യൂണിവേഴ്സിറ്റിയാണ്. അതിനുള്ളിൽ കൂടെ ഹൈവേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അത്രയും വലിയ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇസ് വെരി ഹ്യൂജ് ആൻഡ് വെരി പ്രസ്റ്റീജിയസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോഴത്തെ ടോപ്പ് 500 വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അവിടെ പക്ഷേ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഒരു ഓഡ് ടൈം ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അദ്ദേഹം ആരും ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വേറൊരു മെട്രോ സബ്സ്റ്റേഷൻ എടുത്തിട്ട് നമ്മളുടെ ഹോട്ടലിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഏത് ഭാഷക്കാരാണെന്ന് കുറച്ച് ഗ്രീറ്റിംഗ്സ് വാക്കുകൾ എന്നെ ഇവിടെ നല്ലതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന 1-2 വാക്കുകളൊക്കെ ഉള്ളൂ. ഞാൻ എന്തൊരു വാക്കുകാരുടെ പറഞ്ഞു, അത് ഗുഡ് മോർണിംഗ് എന്നുള്ളതാണ്. രാത്രി അത് പറയാൻ പറ്റില്ല, വേറെ എന്തൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ അവരത് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അവർ കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, ഞാൻ ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മൾ ഹെൽപ്ഫുള്ളായി. അവർ അപ്പോൾ എവിടേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വാക്ക് എഴുതി പറഞ്ഞു കൊടുത്തു. അവരൊന്നു ആ വാക്ക് അങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യുക, ആക്ക് ജർമ്മൻ ഭാഷയിൽ പ്രൊനൗൺസ് ചെയ്യുക, ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. എന്നിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. സോ ഐ വാസ് വെരി ഹാപ്പി. അപ്പം ഈ പറഞ്ഞ ജർമ്മനിയും നമ്മൾ കണ്ടപ്പോൾ വളരെ ഹാപ്പിയായി. മെട്രോയിൽ എല്ലാവരും യാത്ര ചെയ്യുന്നു, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെങ്കിൽ ഒരു യങ് മാൻ ബിറ്റ്വീൻ ഒരു 30 അല്ലെങ്കിൽ 25 to 40 ആ ഏജിലുള്ള ആണുങ്ങളുടെ എണ്ണം ഭയങ്കര കുറവാണ്. ഒരു പക്ഷേ യുദ്ധങ്ങളൊക്കെ കുറേ ഉള്ളത് കൊണ്ടായിരിക്കാം ആ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നുണ്ട്. എൻ്റെ മുണ്ട് ഒരു 45-50 വയസ്സിന് ശേഷമുള്ള ആണുങ്ങളും ഫാമിലി ഗേൾസ് വല്ല ഏജിലുള്ള ഗേൾസും ഉണ്ട്. ചെറിയ കുട്ടികൾ, അതായത് ബേബീസ്, അങ്ങനത്തെ അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണവും വളരെ കുറവായിട്ട് എനിക്ക് ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലായിടത്തും എനിക്ക് തോന്നി. പക്ഷേ എന്തായാലും അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം എന്താണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിൽ വന്ന് കിടന്നു. അഗെയിൻ നമ്മുടെ നോർമൽ ഷെഡ്യൂൾ തന്നെ 2 മണി 2:30 ആകുമ്പോൾ വീണ്ടും എണീക്കണം. അടുത്ത പ്ലെയിൻ പിടിക്കാനൊന്നും സന്തോഷമൊക്കെ പോയി. പിന്നെ എന്തോ നമ്മൾ ബസ്സിൽ കയറുന്ന ഫീലിംഗ് ആയി. അപ്പോൾ അതെ 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 രാത്രി ഉറങ്ങി. റൂമൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. റൂമിലേക്ക് രാത്രി 9 മണിക്ക് വരുന്നു, 10 മണി 11 മണിക്ക് കിടന്ന് ഉറങ്ങുന്നു, 2 മണിക്ക് വേണ്ടി എനിക്കെന്ന് പറയുമ്പോൾ റൂം എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടില്ലല്ലോ. പക്ഷേ ജർമ്മനി നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ ജർമ്മനിയിൽ നമ്മൾ വീണ്ടും ഇറ്റലിക്ക് പുറപ്പെടുകയാണ്.